അപ്പോൾ ദേ കുട്ടിക്കാനം കഴിഞ്ഞിട്ട് ദേ ഞങ്ങൾ ദേ വാഗമണ്ണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വാഗമണ്ണിലേക്ക് പോയ വഴിയാണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിർത്തിയത്. അപ്പോൾ ദേ വാഗമണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ചെന്നത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ. ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് പോയി ഫ്ലവർ ഗാർഡനിലേക്കൊക്കെ കയറാനുള്ള പാസും ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടിട്ട് നടന്ന് പോവാണ്. പാസ്സൊക്കെ എടുത്ത് ഫ്ലവർ ഗാർഡനിൽ കൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലവർ ഗാർഡനിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി നടക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള പൂക്കളും ചെടികളും എല്ലാം കണ്ട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളും ചെടികളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പൂക്കളും ചെടികളും എല്ലാം കണ്ടു നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാണ് അവിടെ ഉള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം എന്തോരം കണ്ടാലും നമുക്ക് മതിയാവില്ല. ആ രൂപത്തിലുള്ള ചെടികളും പൂക്കളും എല്ലാമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുറ്റും നടന്ന് കണ്ടുകൊണ്ടിരിക്കുക. പൂക്കളും ചെടികളെല്ലാം കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറിയിട്ട് അവിടെ വി ലവ് വാഗമൺ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പം അവിടെ നിന്ന് വീഡിയോ ഒന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ആളായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ പോയിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം പിന്നെ പിള്ളേരും മനുഷ്യനൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടി. പിന്നെ ഞാനും ഊഞ്ഞാലാടി. അപ്പോൾ ഞാനൊക്കെ ഊഞ്ഞാലാടിയ കാലം മറന്നു പോയിട്ടോ. ചെറുപ്പത്തിലങ്ങാണ്ട് ഊഞ്ഞാലാടിയൊക്കെ എന്താണ്. അപ്പോൾ ഊഞ്ഞാല കണ്ടപ്പോൾ ഒന്ന് ഇരുന്ന് ആടണമെന്ന് തോന്നി. പിന്നെ അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരു ലേക്കിൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ നിന്നും മുകളിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെ നിന്ന് കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്നും കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. ഫ്ലവർ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ നേരെ അഡ്വഞ്ചർ റൈഡിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ റൈഡ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ പിള്ളേരും എല്ലാവരോടും എന്നെ കളിയാക്കി ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന റൈഡിൽ അമ്മേനെ ഇരുത്തണം. അപ്പോൾ അമ്മയുടെ അസുഖങ്ങളെല്ലാം മാറുമെന്നും പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന റൈഡിൽ മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് ഒറ്റ ഇടലിടുന്ന പോലത്തുള്ള റൈഡാണ് കേട്ടോ. അപ്പോൾ അത് കണ്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന് ചിരിക്കുന്നതാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മൊട്ടക്കുന്നിലേക്ക് പിന്നെ പോവാണ് കേട്ടോ. അവിടേക്ക് ചെന്നപ്പോഴത്തേക്കും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നല്ല നീണ്ട ബ്ലോക്കായിരുന്നു. ഒരുപാട് നേരം നിന്നതിന് ശേഷമാണ് പിന്നെ ഫ്രണ്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റി. പിന്നെ പൈൻ ഫോറസ്റ്റിലേക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ മുട്ടക്കുന്നിലേക്കാണ് പോയത്. പിന്നെ അവിടെ ചെന്ന് അവിടെ നിന്നുള്ള വ്യൂവും എല്ലാം കണ്ട് പിന്നെ പിള്ളേരുകൾ പട്ടമൊക്കെ പറക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു. പിന്നെ അവിടെ നിന്ന്
പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ വാഗമണ്ണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ഉണങ്ങി കിടക്കായിരുന്നു കേട്ടോ. പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഉണങ്ങി കരിഞ്ഞ് കിടക്കായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല കേട്ടോ, ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓണം കഴിഞ്ഞത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുകയാണ്, വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോകണം. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങളൊരു കുതിരയെ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വാഗമൺ വീഡിയോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം 5 മണിക്ക് പാലയിൽ എത്തിയിട്ടാണ് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ വാഗമൺ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.